Voice of Marketing, in touch with positive people. വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരു കാര്യം പറയാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷേ ഒരു കാര്യം ചെയ്യാൻ, അത് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ അതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. 8 മണിക്ക് വന്ന് കാണും എന്ന് പറയാൻ വളരെ സിമ്പിളായിരിക്കും. രാവിലെ ഫ്രഷായിട്ട് അവിടെ പോയി 8 മണിക്ക് മീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ചെയ്യണമെങ്കിൽ അതിന് മുമ്പേ, എത്രയോ സമയം മുമ്പേ അതിൻ്റെ പ്രിപ്പറേഷൻ നടത്തേണ്ടിയിരിക്കുന്നു, ശരിയല്ലേ? എന്നാൽ മാത്രമാണ് ആ കറക്റ്റ് എക്സാക്റ്റ് ടൈമിൽ ഓഫീസിലോ ഷോപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി കാണാൻ സാധിക്കൂ. അപ്പോൾ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പറയുന്നത് പോലെയല്ല ഒരു കാര്യം നടപ്പിലാക്കുന്ന കാര്യം. നടപ്പിലാക്കാൻ പണിയെടുക്കേണ്ടി വരും, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഏത് ചെറിയ കാര്യമാണെങ്കിലും സക്സസ് എന്ന് പറയുന്നത് അത് പരിശ്രമത്തിലൂടെ മാത്രം, ഹാർഡ് വർക്കിലൂടെ മാത്രമാണ് സക്സസ് നമുക്ക് സാധിക്കുകയുള്ളൂ, വിജയം സാധിക്കുകയുള്ളൂ. പറയാൻ എല്ലാവർക്കും സാധിക്കും, പ്രവർത്തന പദത്തിലെത്തിക്കാൻ വളരെ പ്രയാസകരമായിരിക്കും. അർപ്പണ മനോഭാവത്തോടെ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ചില ആളുകൾ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ സൗഹൃദ വലയത്തിലായാലും പറയാൻ സാധിക്കും. പക്ഷേ അതിലേക്ക് ഇറങ്ങി തിരിക്കാൻ താങ്കൾ മുന്നിട്ട് നിൽക്കുമോ, താങ്കൾ ബാക്കിലൊന്ന് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പെട്ടെന്ന് വാച്ചിലേക്ക് നോക്കും. ഇപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ട്, ഇവിടെ പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ട്, ഇപ്പോൾ എനിക്ക് സമയമില്ല. അപ്പോൾ വാക്കുകൊണ്ട് പറയാൻ എല്ലാവർക്കും സാധിക്കും, അത് നടപ്പിലാക്കാൻ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്ത് വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ പറ്റുന്ന ഒരു സൗഹൃദ വലയത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ. അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു ഗ്രൂപ്പ്, ആ തരത്തിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു മനുഷ്യരുടെ ഗ്രൂപ്പാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ്സിന് വേണ്ടി സൃഷ്ടിക്കേണ്ടത്. ഇറങ്ങിത്തിരിക്കാനുള്ള മനസ്സ് വേണം. എന്ത് കാര്യത്തിനും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാര്യം പറയട്ടെ. ബാലേട്ടന് 2 മക്കളുണ്ട്, അരവിന്ദനും കൃഷ്ണൻകുട്ടിയും. അപ്പോൾ ബാലേട്ടൻ്റെ ഫോണ് കംപ്ലൈൻ്റ്. ഫോണ് നമ്മുടെ പാർട്ട് ഓഫ് ദ ബോഡി പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ മക്കളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കി കൊണ്ടുപോവാ. അപ്പോൾ ബൈക്കിൽ പൊക്കോ 2 പേരും. മഴ കുറേശ്ശെ ഉണ്ട്, അപ്പോൾ കുട എടുത്തോളം പറഞ്ഞു. കുട എടുത്തുകൊണ്ട് അവർ ഈ മൊബൈൽ ഷോപ്പിലേക്ക് പോവാണ്. സത്താർക്കട കടയിൽ ഫോൺ കൊടുക്കാനാണ് ബാലേട്ടൻ പറഞ്ഞത്. നേരെ സത്താർക്കട കടയിൽ എത്തുകയാണ്. അപ്പോൾ സത്താർക്ക് അവിടെ ഇല്ല, ഇന്ന് പുള്ളി എത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ വിളിച്ചു മകൻ, ഫോൺ എന്ത് ചെയ്യണം, സത്താർക്കല്ല ഇവിടെ. എടാ ഇന്ന് എനിക്ക് ഫോൺ വേണം, നീ അടുത്ത ഷോപ്പിൽ കൊടുത്ത് ഫോൺ നന്നാക്ക്. അപ്പോൾ അടുത്ത 2 കടയിൽ കയറി ഫോണ് ഇത് ശരിയാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയും ശരിയാക്കാൻ പറ്റിയില്ല. മൂന്നാമത്തെ കടയിൽ കയറിയപ്പോൾ ബാലേട്ടൻ വിളിച്ചു. വേറെ വീട്ടിലേക്ക് 1-2 ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ടുള്ള കാര്യം ഇളയ മകൻ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു. അങ്ങനെ അവസാനം അവർ ഒരു സ്ഥലത്ത് നിന്ന് ഫോൺ ശരിയാക്കി കൊണ്ടുവന്നു. ആവശ്യമുള്ള പർച്ചേസൊക്കെ നടത്തി അവർ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ കയറിയ ശേഷമാണ് അറിയുന്നത് കുട ഷോപ്പിൽ വെച്ച് മറന്നുപോയി. കുട മിസ്സായി. ഈ കുട മിസ്സായപ്പോൾ ഭയങ്കരമായിട്ട് വിഷമായി ബാലേട്ടൻ. വളരെ വർഷങ്ങളായിട്ട് പുള്ളിയുടെ ഗൾഫിലുള്ള ഒരു സുഹൃത്ത് ഈ കുട കൊടുത്തതാണ്, ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്ത കുടയാണ്. കുട കൊണ്ടുപോയപ്പോൾ നിങ്ങളോട് 2 പേരോടും പറഞ്ഞാണ് കുട സൂക്ഷിക്കണം, കടയിലോ മറ്റോ ഇട്ട് മറന്നു പോകരുതെന്ന് പറഞ്ഞാണ് വിട്ടത്. നിങ്ങളൊരു കാര്യം ചെയ്തോ, കുട എടുത്തുകൊണ്ട് വരാൻ പറയുക. അപ്പോൾ മൂത്ത മകൻ പറഞ്ഞു, അച്ഛാ ഇനിയിപ്പോൾ ആ കുട അന്വേഷിച്ച് ഈ കടകളിലൊക്കെ ഏത് കടയിലാണ് വച്ചതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ 2 പേര് കൂടിയാണല്ലേ പോയത്, നിങ്ങൾ 2 പേര് കൂടി എടുത്തുകൊണ്ട് പോവാ. അവസാനം മൂത്ത മകൻ പറഞ്ഞു, അടുത്ത ദിവസം ഞാൻ ഈ പറഞ്ഞ ഏരിയയിൽ പോകുമ്പോൾ, ടൗണിൽ പോകുമ്പോൾ ഈ മഴയത്ത് തന്നെ പോകണമെന്നില്ലല്ലോ, പിറ്റേ ദിവസം അടുത്ത ദിവസം രാവിലെ ഞാൻ ഈ ഏത് കടയിലാണ് ഈ കുട ഇരിക്കുന്നതെന്ന് അന്വേഷിച്ചോളാം, അത് കണ്ടുപിടിച്ചോളാം, ഈ മൂത്ത മകൻ അരവിന്ദൻ പറഞ്ഞു. അങ്ങനെ അരവിന്ദൻ ചെറിയൊരു മടിയനും കൂടിയാണ്. അപ്പോൾ അരവിന്ദൻ അവിടെ പോയി കിടന്നു. അച്ഛനെ സോപ്പിട്ട് അരവിന്ദൻ പോയി കിടന്നു. അപ്പോൾ കൃഷ്ണൻകുട്ടി ഒന്ന് ചാടി എഴുന്നേൽക്കുന്നു. അച്ഛാ ഞാനൊരു കാര്യം ചെയ്യാം, ആ കുട കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ കടയിൽ കയറി, സത്താർക്കയുടെ കടയിൽ കയറി. അവിടെ നോക്കി, അവിടെ കുടയില്ല. നെക്സ്റ്റ് അടുത്ത ഷോപ്പിൽ കയറി, ജമാലിക്കയുടെ കടയിൽ കയറിയപ്പോൾ അവിടെ കുട
ഇല്ല. നാസർക്കയുടെ കടയിലും കൊട ഇല്ല. ജോയി ചേട്ടൻ്റെ പച്ചക്കറി കടയിൽ കയറി, ടൗണിൽ തന്നെയാണ്. ജോയി ചേട്ടൻ്റെ പച്ചക്കറി കടയിൽ ചെന്ന് അന്വേഷിച്ചു, ഇവിടെ ഇങ്ങനെ ഒരു കൊട മിസ്സായിട്ടുണ്ടോ? അവിടെയും കൊട മിസ്സായിട്ടില്ല. ഇനി അന്വേഷിക്കേണ്ട ഒരു 3 ഷോപ്പ് കൂടി ഉണ്ട്. ആ 3 ഷോപ്പുകളിലൂടെ അന്വേഷിക്കാൻ വേണ്ടി അയാൾ ഈ കൃഷ്ണൻകുട്ടി നടക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്ത് ഒരു പലവ്യഞ്ജനക്കട കയറിയായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അവിടെ കയറിയായിരുന്നു. അപ്പോൾ പലവ്യഞ്ജനക്കടയിൽ അന്വേഷിച്ചു, ഇങ്ങനെ ഒരു കൊട ഇവിടെ ഇരുന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കൊട ഇവിടെ ഇരുന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ടും കൃഷ്ണൻകുട്ടി ഉറപ്പിച്ചു, ഞാൻ അവസാനമായി കയറിയ കട ഒരു ഫ്രൂട്ട്സ് വാങ്ങിക്കാനുള്ള ഫ്രൂട്ട്സ് കടയിലാണ് കയറിയത്. അവിടെ നിന്ന് 1 കിലോ ആപ്പിളും ഏത്തപ്പഴവും വാങ്ങിച്ചിട്ടുണ്ടായി. ഉറപ്പായിട്ടും ധൈര്യപൂർവ്വം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ, ചേട്ടാ എൻ്റെ കുട ഇവിടെ ഇരുന്ന് കിട്ടിയോ? എൻ്റെ കുട മിസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ചേട്ടൻ ആ കുട എടുത്തങ്ങ് കൊടുത്തു. ഇതാണോ കുട എന്ന് ചോദിച്ചു. നിങ്ങൾ ബൈക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പൊക്കളഞ്ഞു, അതുകൊണ്ട് കുട എനിക്ക് ഏൽപ്പിക്കാൻ പറ്റിയില്ല, ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൃഷ്ണൻകുട്ടി എന്ന വ്യക്തി വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ്. അയാൾ മാർക്കറ്റിംഗ് സെയിൽസ് ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ അയാൾ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സെയിൽസിൽ വിജയിക്കുന്നവർ ആരാണ്? ചെറിയ കാര്യമാണെങ്കിലും അത് ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ഒരു ക്വാളിറ്റി അയാൾക്കുണ്ടായിരിക്കണം. ഒരു ഷോപ്പിൽ നിന്നും ഓർഡർ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഷോപ്പിൽ കയറി ഓർഡർ ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അന്വേഷണാത്മകമായ ഒരു മനസ്സ്, എവിടെ അങ്ങനെ അത് കണ്ടെത്താനുള്ള ഒരു മനോധർമ്മം നമുക്ക് വരുന്നത് ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിക്കാണ് വരുന്നത്, സിൻസിയറായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് വരുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്കാണ് അത്തരത്തിലുള്ള ഒരു അർപ്പണ മനോഭാവത്തോടെ ഒരു കാര്യം തുടരെ അന്വേഷിച്ച് അത് കണ്ടെത്താനും അതിൽ സക്സസ് ആവാനും സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് വേണം. എല്ലാവർക്കും പറയാം, നാളെ പോയാൽ കുട കണ്ടെത്താം, നാളെ ചിലപ്പോൾ ആ കുട മിസ്സാവാം. ഒരു കാര്യം നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് എത്രയും പെട്ടെന്ന് ഒരു അടുത്ത നിമിഷം തന്നെ അത് ക്ലിയർ ചെയ്യാനുള്ള ആ മനസാന്നിധ്യത്തിലേക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർ, അത് മനസ്സിൽ സൂക്ഷിക്കുന്നവർ വളരുക തന്നെ ചെയ്യണം, അത്തരത്തിൽ ഉയരുക തന്നെ ചെയ്യണം. ഈ കൃഷ്ണൻകുട്ടിയെ ഉറപ്പായിട്ടും മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വിടുകയാണെങ്കിൽ ഈ സംഭവിച്ച കാര്യത്തിൽ ഇതൊരു ഒറിജിനലായിട്ട് സംഭവിച്ചൊരു ഇൻസിഡൻ്റാണ്. മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് കൃഷ്ണൻകുട്ടിയെ വിടുകയാണെങ്കിൽ അയാൾ സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്, അന്വേഷണാത്മകമായ ഒരു മനസ്സോടെ ജോലി ചെയ്യാനുള്ള, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യം വേണം. ഇന്നത്തെ കാലത്ത് മാർക്കറ്റിങ്ങിലേക്ക് അധികം ആളുകൾ കടന്നു വരാത്തത് ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം. ഹാർഡ് വർക്ക് ചെയ്താൽ, ഡെഡിക്കേറ്റഡ് ആയിട്ട് അർപ്പണ മനോഭാവത്തോടെ ഇറങ്ങിത്തിരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, ഈ വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ട് കസേരയിൽ കയറി ഇരിക്കാതെ ഒരു കാര്യം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് ആയിരിക്കും. ആ സക്സസ് നിങ്ങളുടെ ബാക്കിൽ തന്നെ ഉണ്ടാകും. ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം പറയുകയല്ല, നടപ്പിലാക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. സമയപരമായ ഒരു കാര്യം തീരുമാനിച്ചുറച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയണം. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള മനസ്സ് വേണം. വാക്ക് പാഴാക്കരുത്. വാക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. പ്രവർത്തിക്കാനുള്ള കേപ്പബിലിറ്റിയിലേക്ക് നമ്മൾ വളരുമ്പോൾ നമ്മൾ സക്സസ് ആവും, നമ്മൾ വിജയിച്ചിരിക്കും. അത് 100% സത്യമുള്ള കാര്യമാണ്. ഓൾ ദ ബെസ്റ്റ്.